ഈ രാത്രിയിൽ, അതും ഈ പാതിരാത്രിയിൽ ആരാ ഈ ഫോൺ വിളിക്കാൻ? അനിയേട്ടൻ ആനന്ദു ഇന്ന് വന്നതേ ഉള്ളൂ. എന്തോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഈ രാത്രിയിൽ എന്തു പറയാനാ? അത് ഞാനും ചോദിച്ചു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ. മദ്യപിച്ചപ്പോ അനിയത്തിയോട് സ്നേഹം കൂടി കാണും. ഈ ലോകത്ത് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരേ ഒരാളാ എന്റെ അനിയേട്ടൻ. അപ്പൊ ഞാനോ? നെഞ്ചത്ത് കൈവച്ച് പറയാമോ അനന്തുവിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന്? എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ട്. അതിപ്പോ അമ്മയോടില്ലേ, ഏട്ടന്മാരോടില്ലേ? പക്ഷേ അനിയേട്ടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വന്തമെന്ന് പറയാൻ അനിയത്തി മാത്രമേ ഉള്ളൂ. പാവം. അമ്മേ, ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഒന്നും പറഞ്ഞില്ല. അഭിരാമിയെ കണ്ടില്ലേ അമ്മ? ഇല്ല, അത് ബാലാമണിയുടെ അടുത്ത് തന്നെ. ഞാനൊന്ന് പോയി കണ്ടാലോ? എന്തിനാ മോനെ? എന്തെങ്കിലും ഒരു നല്ലത് പറയാനാണെങ്കിൽ അതിങ്ങ് ഓടി വരില്ലേ? രാത്രിയും പകലും ഇല്ലാതെ കാവലിരിക്കുക ബാലാമണിക്ക്. ചെന്ന് വിഷമിപ്പിക്കണ്ട. ഒരു നല്ല വാർത്ത അത് വരും ആനന്ദേ. പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുത്തി ഒഴുകുന്ന നദി പോലെ പ്രക്ഷുബ്ധമാവും മനസ്സ്. പിന്നീടത് സമതലങ്ങളിലൂടെ ഒഴുകും ശാന്തമായിട്ട്. പ്രതീക്ഷ കൈവിട്ടാൽ നിരാശയാവും. നിരാശ മനസ്സിൻ്റെ മരണമാണ്. പ്രതീക്ഷിക്കുക, അത് ജീവൻ തിരിച്ചു നൽകും. മോളെ, അബി, എന്താ മോളെ? എന്താ? എന്താ അബി? രക്ഷപ്പെട്ടു, ബാലമണി രക്ഷപ്പെട്ടു. ആനന്ദേ, രക്ഷപ്പെടും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, ശ്വാസഗതി നേരെയായി. ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. രക്ഷിച്ചത് ഈശ്വരൻ അബി. ആ ഈശ്വരന്റെ കൈകള് അത് നിന്റെയാ. ഞാൻ പറഞ്ഞില്ലേ ആനന്ദ്, ജീവിതത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് അവസാനിക്കുകയാണ്. ഇനി ശാന്തമാവും. ശാന്തമായ സമതലങ്ങളിലൂടെ ഒഴുകും. ഒന്ന് കയറി കാണാവോ മോളെ? കുറച്ച് കഴിയട്ടെ. ഇപ്പോ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ശരിക്കും ബ്രീത്തിങ് നടക്കുന്നുണ്ട്. ഐസിയുവിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയണം. മതി, എപ്പോഴായാലും മതി. ഓ, ഇനി കണ്ടില്ലേലും തിരക്കേടില്ല. കേടുകൂടാതെ ഇങ്ങ് തിരിച്ചു കിട്ടിയാ മതി. കിട്ടും. ജീവിതത്തിലേക്ക് തിരിച്ചു വരും ബാലാമണി. ഇത് ഒരു ഡോക്ടറുടെ ആത്മവിശ്വാസം. ഡോക്ടർ, എന്താ കേസ്? ആക്സിഡന്റാ. രാത്രി എപ്പോഴോ സംഭവിച്ചതാ. രാവിലെ ആൾക്കാർ കാണുന്നത്. തിരക്കില്ലെങ്കിൽ അബി എന്റെ OP ഒന്ന് നോക്കുമോ? ഞാൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ.
എന്താ മോനെ? അമ്മേ, കവിതയുടെ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ആക്സിഡന്റ് ആയതാ. കണ്ടിട്ട് സീരിയസ് ആണെന്നാ തോന്നുന്നത്. മോൻ അന്വേഷിച്ചോ? ഇല്ല, ഇപ്പൊ കണ്ടതേ ഉള്ളൂ. മോനെ, കവിതയുണ്ടോ കൂടെ? ഇല്ല, പക്ഷെ വരാതിരിക്കില്ലല്ലോ. അപ്പൊ നമ്മളെ കണ്ടാ കുഴപ്പമൊന്നുമില്ല. ബാലാമണി എവിടെ അഡ്മിറ്റ് ചെയ്തതെന്ന് അറിയാഞ്ഞാ മതി. ഞാനായിട്ട് വിളിച്ചു പറഞ്ഞ ശരിയാവില്ല. എന്നാലും ഒന്ന് അറിയിക്കണ്ടേ? അതൊരു മര്യാദയല്ലേ? മോൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറയിക്കേ. ആ, ഇവിടുത്തെ ഫോണിൽ നിന്ന് വിളിച്ചു പറയാം. ഞാനാണെന്ന് അറിയാതിരുന്നാ മതിയല്ലോ. ഈ വ്യാഴാഴ്ചയാണ് മാഡത്തിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. റിമാൻഡ് കാലാവധി കഴിയും. എന്താ ജാമ്യത്തിന്റെ കാര്യത്തില് മക്കൾ വല്ലതും പറഞ്ഞോ? ഞാൻ സാറിനോട് മുൻപേ പറഞ്ഞില്ലേ, എന്റെ മക്കള് എന്നോടൊന്നും പറയണ്ട. അവർ പണത്തിനു വേണ്ടി ഓടി നടക്കുന്നത് എനിക്ക് മനക്കണ്ണിൽ കാണാം. എന്തെങ്കിലും ചെയ്യും, ചെയ്യാതിരിക്കില്ല. ഒരിക്കലും ഈ ജയിലഴിക്കകത്ത് കിടന്ന് നരകിക്കേണ്ട ആളല്ല നിങ്ങള്. സത്യത്തിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വല്ല ഊഹമുണ്ടോ? ഊഹങ്ങളുണ്ട് സാർ, പക്ഷെ അതൊന്നും പുറത്തു പറയാനാവുന്നതല്ല. ശത്രു പുറത്തു നിന്നല്ല, വീടിനകത്ത് നിന്ന. മക്കളാരെങ്കിലും അതോ മരുമക്കളോ? സത്യത്തിൽ അതറിയാനാ ഞാൻ ഈ ഇരുമ്പഴിക്കുള്ളിൽ തന്നെ കിടക്കുന്നത്. നെല്ലും പതിരും തിരിച്ചറിയാൻ. ഈ ലീലാമയുമായിട്ട് മാഡത്തിന് എന്താ ബന്ധം? എനിക്കൊരു ബന്ധവുമില്ല. ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുക അവള്. അത് നടക്കില്ല. അവളുടെ കുട്ടിയെ മാഡം ആണോ വളർത്തിയത്? അല്ല, സംസാരത്തിൽ എനിക്കങ്ങനെ തോന്നി. മക്കളെ വേർതിരിച്ച് കണ്ടിട്ടില്ല ഞാൻ. അവകാശം പറഞ്ഞ് ആര് വന്നാലും അതിനുള്ള അർഹത അവർക്കില്ല. പിന്നെ മകനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ എന്റെ മടിയിൽ വച്ച് വളർത്തുന്ന പ്രായമൊന്നുമല്ല അവർക്ക്. പ്രായവും പക്വതയും വന്ന ചെറുപ്പക്കാരാ അവര്. അവർക്കിഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരാണ് സ്വന്തം കുട്ടിയെന്ന് അറിയണമെന്ന് മാത്രമല്ലേ ലീലാമ്മ പറയുന്നുള്ളൂ? പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇത്രയും കാലം എന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് അവൻ ഇതെറിഞ്ഞു കഴിയുമ്പോ മറ്റൊരാളെ അമ്മയെന്ന് വിളിക്കോ? സ്വന്തം അമ്മ ഒരു കുറ്റവാളിയായിട്ട് ജയിലിൽ കഴിയുന്നതിന്റെ നാണക്കേട് അവൻ സഹിക്കോ? എന്റെ മക്കൾ മൂന്നും എനിക്കെന്റെ പ്രാണനാ. അവരിൽ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾക്കെന്താ പണത്തിന്റെ അത്യാവശ്യം? അടുത്ത വ്യാഴാഴ്ചയാ അമ്മയുടെ റിമാൻഡ് കാലാവധി തീരുന്നത്. അന്ന് കോടതിയിൽ പണം കെട്ടിവെക്കണം. പണം ഞാൻ തരാം. ബുധനാഴ്ച എഗ്രിമെന്റ്. അല്ല, ഈ എഗ്രിമെന്റ് എന്ന് പറയുമ്പോ എന്തൊക്കെയാ ഫോർമാലിറ്റീസ്? അവകാശികൾ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ബ്ലാങ്ക് ചെക്ക്, വീടിന്റെ ആധാരം, സ്റ്റാമ്പ് പേപ്പർ, പ്രോമിസറി നോട്ട്. ഇത്രയും കാര്യങ്ങള് നിങ്ങളുടെ മാത്രം പോരാ, അഴകത്ത് സുമംഗലാദേവിയുടെ സിഗ്നേച്ചറും വേണം. അമ്മ ജയിലിലല്ലേ, പിന്നെങ്ങനെ വാങ്ങിക്കും? അതൊന്നും എനിക്കറിയേണ്ട കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് കിട്ടിയാൽ പണം തരാം. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റു മാർഗങ്ങൾ നോക്കിക്കോളൂ. ഒന്ന് നിൽക്കണം. ഡോക്യുമെന്റ്സ് തരാം. നിങ്ങൾ വാക്ക് പാലിച്ചാൽ മതി. കാരണം അവസാന നിമിഷം നിങ്ങൾ പണം തരില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകും. അറിയാലോ കാര്യത്തിന്റെ ഗൗരവം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. എന്നോടും വാക്ക് പാലിക്കണം. അഴകത്തുകാര് ഗതികേടിൽ പെട്ടുപോയെന്നേ ഉള്ളൂ, വാക്ക് പാലിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പണം 3 മാസത്തിനകം തിരിച്ചു തന്നിരിക്കും. തന്നില്ലെങ്കിലേ ഈ വീട് ഞാൻ എന്റെ പേരിലങ്ങ് എഴുതും. തന്നില്ലെങ്കിൽ എന്നുള്ള ആശങ്ക വേണ്ട.
ഇത് അഴകത്തുകാരുടെ വാക്കാ. എക്സ്ക്യൂസ് മീ. എന്താ അനന്തു? നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. ഞാനങ്ങോട്ട് വരാം. എന്താ അനന്തു? എന്ത് പറ്റി? അനിയേട്ടന് ഇന്നലെ രാത്രി എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. PMC ഹോസ്പിറ്റലാ. അയ്യോ, എന്താ പറ്റിയത്? അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. നീ പെട്ടെന്ന് റെഡിയാവ്, പേടിക്കാനൊന്നുമില്ല. ഞാൻ ദാ വരുന്നു. എന്താ ഉണ്ണിയാമേ? നിങ്ങളുടെ മുത്തശ്ശൻ, അതായത് ഞങ്ങളുടെ അച്ഛൻ കുമാരനാശാന്റെ ഒരു കവിത ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുമായിരുന്നു. ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദശ വന്ന പോലെ പോവും. അന്നൊന്നും അതിന്റെ അർത്ഥം ഗൗനിച്ചില്ല. സുമംഗല അഭിമാനത്തോടെ പറയാറുള്ളത് സത്യ. ആനക്കൊട്ടിലും ആനകളൊക്കെ ഉള്ള തറവാട്. സകല സമൃദ്ധികൾക്കും ഇടയിൽ ദശാകാലങ്ങൾ മാറി വരണത് ശ്രദ്ധിക്കാൻ മനസ്സുണ്ടായില്ല. ആ കാലം മാറി. സുമംഗല ജയിലിലായി. ഈ തറവാടിപ്പ പണയപ്പെടുത്താൻ പോണു. ഒരു നിശ്ചയമില്ല ഒന്നിനും. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ദശാകാലങ്ങൾ മാറി മാറി വരുന്നത് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു. ഒക്കെ ശരിയാ ഉണ്ണിയാമേ. പഴയ ഐശ്വര്യം തിരിച്ചു വരും. വന്നില്ലെങ്കിലോ? 3 മാസത്തിനുള്ളിൽ വീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ? കഴിയാതിരിക്കില്ല. അപ്പോഴേക്കും സ്ഥലം വിറ്റിട്ടാണെങ്കിലും നമ്മള് ഒക്കെ നടക്കണ്ടേ മോനെ? എനിക്കെന്തോ ഒരു ഭയപ്പാട്. അയാളുടെ മുഖത്ത് ഒരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ടോ? ഏയ്, ഉണ്ണിയാമയ്ക്ക് തോന്നുന്നത് അതൊക്കെ. ഉള്ള കാര്യം തുറന്നു പറയുന്ന ആളായിട്ടാ എനിക്ക് തോന്നിയത്. ആരെയും വിശ്വസിക്കരുതെന്ന് പഠിപ്പിച്ചത് എന്റെ ജീവിതാ. ബുധനാഴ്ച അയാൾ കാല് മാറിയാൽ നമ്മൾ എന്തു ചെയ്യും? സുമംഗല എങ്ങനെ പുറത്തിറക്കും? എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. നടക്കുന്നതൊക്കെ നെഗറ്റീവായിട്ടാണല്ലോ അരവിന്ദ. പിന്നെ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കും? എടാ, സമയം നല്ലതല്ല. കാലദോഷം കാലനുമുണ്ട്. ICU എവിടെ? അവിടെ. വാ. എങ്ങനെയുണ്ട് മോളെ? പേടിക്കേണ്ട ഘട്ടം കഴിഞ്ഞു. ബ്രീത്തിങ് നോർമലായി വരുന്നു. ഇനിയിപ്പോ ഒരു കാര്യത്തിലേ എനിക്ക് ടെൻഷനുള്ളൂ. ബോധം തെളിയുമ്പോ കുഞ്ഞില്ലാത്ത കാര്യം അറിയില്ലേ? അറിയും, പക്ഷേ അത് പറയാതെ പറ്റില്ലല്ലോ. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഓവർ വയലന്റ് ആയാൽ പ്രശ്നമാവും. എപ്പോഴായാലും അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. എത്രയും നേരത്തെ ആവുന്നതല്ലേ നല്ലത്? അല്ല, കണ്ടീഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടു വരുന്നതുവരെ അറിയാതിരിക്കുന്നതാ നല്ലത്. നോക്കട്ടെ,
എന്തായാലും കോൺഷ്യസ് സ്റ്റേജ് ആവട്ടെ. ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവന്നില്ലേ? തിയേറ്ററിലേക്ക് കൊണ്ടുപോയി എന്ന് അവിടുന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അയാളുടെ ആരാ? എന്റെ ഏട്ടനാ. ഹെഡ് ഇഞ്ചുറിയാണ്. ആക്സിഡന്റ് കഴിഞ്ഞ് 4-5 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നത്. ബ്ലഡ് ഒരുപാട് പോയി. അല്ല, ഇപ്പൊ എന്താ അവസ്ഥ? എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ്. ഇമ്മീഡിയറ്റ് ഒരു ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വേണം. ബ്ലഡ് ഒരുപാട് വേണ്ടി വരും. ഡോക്ടർ, എന്റെ ഏട്ടന് വേണ്ടി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ഞാൻ മുടക്കാം. ഒന്ന് രക്ഷപ്പെടുത്തിയാ മതി. ലക്ഷങ്ങളിലല്ല ഒരാളുടെ ജീവൻ ഇരിക്കുന്നത്, ദൈവത്തിന്റെ കയ്യിലാ. കൊല്ലാനായിട്ടാ ഞാൻ വണ്ടി ഇടിച്ചത്. ചത്തുന്ന് വിചാരിച്ചു തന്നെയാ വണ്ടിയെടുത്ത് പോകുന്നതും. അബദ്ധം പറ്റി. രക്ഷപ്പെടുവോ സോളമ? ഓപ്പറേഷൻ തിയേറ്ററില്ല. ഞാൻ അന്വേഷിച്ചു. രക്ഷപ്പെട്ടാലും ബോധം വരാനൊക്കെ സമയമെടുക്കും. എന്തായാലും എന്നെ അവൻ കണ്ടിട്ടില്ല. ഇടിച്ചിട്ട വണ്ടി ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് രാഘവന്റെ ജീപ്പാണെന്നേ വിചാരിക്കും. അതല്ലല്ലോ കാര്യം. അനിയൻ തമ്പി രക്ഷപ്പെട്ടു വന്ന എന്റെ നിലനിൽപ്പ് ആപത്താ. കവിതയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അതോടുകൂടി അവസാനിക്കും. ശത്രുക്കളാവും. കവിതയെ വെച്ച് എനിക്കൊരുപാട് മോഹങ്ങളുള്ളതാ. അത് തകർന്നു പോകരുത്. എന്ത് ചെയ്യാനാ സോളമന്റെ ഉദ്ദേശം? തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ആദ്യം അനിയൻ തമ്പി രക്ഷപ്പെടുമെന്നറിയണം. രക്ഷപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. കുറച്ച് സെന്റിമെന്റ്സ് വാരി വലിച്ചിട്ടാ മതി. അവളെ ഞാനൊന്ന് വിളിക്കട്ടെ. എന്തായാലും ആ കവിതയെ. സോളമ, കവിതേ, ഞാൻ കേട്ടത് നേരാണോ? അനിയൻ തമ്പിക്ക് രാത്രി ഏതോ വണ്ടി ഇടിച്ചിട്ടതാണ് സോളമ. മനഃപൂർവ്വമാണോ അപകടം സംഭവിച്ചതാണോ എന്നറിയില്ല. വെളുപ്പിനെ ആരോ കണ്ടത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കലാ. ഒരു മേജർ ഓപ്പറേഷൻ. ഹെഡ് ഇഞ്ചുറിയാ. രക്ഷപ്പെടുമായിരിക്കും അല്ലേ? അറിയില്ല സോളമ, ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട്. അല്ല, ഞാൻ വന്നാൽ ശരിയാവോ? വേണ്ട, അനന്തു എന്റെ കൂടെയുണ്ട്. ഞാൻ ഫോൺ വയ്ക്കാം. അനന്തു വരുന്നുണ്ട്. എന്തായി സോളമ? തലയ്ക്ക് ഓപ്പറേഷൻ. രക്ഷപ്പെടാൻ വഴിയില്ല. രക്ഷപ്പെടില്ല. ബാലാമണി, അഭിയടുത്തെ എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ് അഭിയടുത്തെ എന്റെ കുഞ്ഞ്.
കുഴപ്പമൊന്നുമില്ല. നീ സമാധാനമായിട്ട് കിടക്ക്. എനിക്കൊന്ന് കാണാൻ. കുഞ്ഞെവിടെയാ അഭിയെടുത്തേ? എവിടെയാ എടുത്തേ? എവിടെ എന്റെ കുഞ്ഞ്? എനിക്കൊന്ന് കാണിച്ചു തരുമോ? മാലാമണി, ഒരു കുഴപ്പമില്ല. ഉറങ്ങിക്കോ. കുഞ്ഞിനെ കാണണം. എന്റെ കുഞ്ഞിനെ കാണണം.